സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു. ട്രോൾ ബോട്ടുകൾക്കും വിദൂര മേഖലകളിലേക്ക് മത്സ്യബന്ധനത്തിനായി പോകുന്ന ബോട്ടുകൾക്കുമാണ് 52 ദിവസത്തെ നിരോധനം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് ബാധകമല്ല. ഇതോടെ ഫിഷിംഗ് ബോട്ട് തൊഴിലാളികൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. വിവരങ്ങളുമായി മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, നമ്മൾ പുത്തൻപുള്ളിയുടെ തുടക്കത്തിൽ പറഞ്ഞതാണ്, ഈ കനത്ത മഴ പെയ്ത് തോർന്നു, ഇന്നു മുതൽ വീണ്ടും മഴ ഉണ്ടാകുമെന്ന് പറയുന്നു. കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ട്. മറുവശത്ത് ഈ കണ്ടെയ്നറുകൾ തുടരെ ഇങ്ങനെ കടലിൽ വീഴുന്ന പശ്ചാത്തലത്തിൽ മത്സ്യബന്ധന തൊഴിലാളികൾ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അപ്പോഴാണ് ട്രോളിംഗ് നിരോധനം വരുന്നത്. അപ്പാടെ പ്രതിസന്ധിയിലോ മത്സ്യത്തൊഴിലാളികൾ? തീർച്ചയായും പ്രതികൂല കാലാവസ്ഥയ്ക്കും അതോടൊപ്പം തന്നെ കപ്പൽ അപകടത്തിനും പിന്നാലെയാണ് ഈ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽ ഈ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ഇതിൽ തന്നെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ഇത് ബാധിക്കുന്നില്ല. പക്ഷേ ഫിഷിംഗ് ബോട്ടുകൾക്കും അതുപോലെ തന്നെ വലിയ യാനങ്ങൾക്കുമൊക്കെ ഇത് ബാധകമാണ്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന തീരം ഈ കൊല്ലത്തെ തന്നെ പോർട്ടിനടുത്തുള്ള തീരമാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അവർ ഈ വള്ളങ്ങളിൽ പോകുന്നതും അതോടൊപ്പം തന്നെ ഈ ഇൻബോർഡ് വള്ളങ്ങളാണ് ഇപ്പോൾ കടലിനുള്ളിലേക്ക് പോകുന്നത്. ഇവർ മത്സ്യബന്ധനത്തിനായി പോകുന്നതിൽ വിലക്കില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ബോട്ട് ഉടമകളുടെയും അതോടൊപ്പം തന്നെ ഈ ഫിഷിംഗ് ബോട്ട് തൊഴിലാളികളുടെയും ഒക്കെ പ്രതികരണങ്ങൾ ചോദിച്ചിരുന്നു. അവരൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. കാരണം ഇങ്ങനെയൊരു കാലാവസ്ഥ ഒക്കെ കഴിഞ്ഞ ശേഷം അവർക്ക് ഈ മത്സ്യബന്ധനത്തിന് പോകേണ്ട സമയത്താണ് ഇത്തരത്തിലൊരു ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതും 52 ദിവസം ഏർപ്പെടുത്തിയിട്ടുള്ളത് വലിയ പ്രതിസന്ധിയിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നതെന്നാണ്. അതേസമയം തന്നെ ഈ ഇരട്ട വള്ളങ്ങൾ ഉപയോഗിച്ചുള്ള മീൻപിടുത്തവും നിരോധിച്ചിട്ടുണ്ട്. വലിയ വള്ളങ്ങൾക്കൊപ്പം ഉപയോഗിക്കുന്ന ഈ കരിയർ വള്ളങ്ങൾ കൊണ്ടുപോകുന്നതിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ തീരദേശ ജില്ലകളിലും, അതായത് ഈ ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചു. അതോടൊപ്പം നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടിയും സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പരമ്പരാഗതമായി മത്സ്യം ബന്ധനത്തിനായി പോകുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഇവരൊക്കെയും. അവരൊക്കെ ഈ ഇൻബോർഡ് വള്ളങ്ങൾ, അതായത് ഈ എഞ്ചിൻ പുറത്തു വരുന്ന വള്ളങ്ങളാണ് ഇൻബോർഡ് വള്ളങ്ങൾ. ആ വള്ളങ്ങളിലാണ് മത്സ്യബന്ധനത്തിനായി പോകുന്നത്. എന്തായാലും ഇവരൊക്കെ തന്നെയും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ കണ്ടെയ്നറുകൾ ഈ കടലിൽ ഒഴുകി നടക്കുന്നതും ഈ കണ്ടെയ്നറുകളിൽ നിന്നുള്ള സാമഗ്രികളൊക്കെ തന്നെ ഈ വലയിൽ കുരുങ്ങുന്നതും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ വീണ്ടും ഒരു കപ്പൽ അപകടം ആ വാർത്തയൊക്കെ കേട്ടിരുന്നു. അതിലും വലിയൊരു ആശങ്ക തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫിഷിംഗ് ബോട്ട് തൊഴിലാളികളും ഉടമമാരും ഒക്കെ 52 ദിവസത്തിൽ ഇളവ് വേണമെന്ന് കാര്യം അറിയിച്ചിരുന്നു. എന്നാൽ സർക്കാർ അത് ചെവിക്കൊണ്ടില്ല. അതോടൊപ്പം തന്നെ ഈ സർക്കാർ നൽകുന്ന തുച്ഛമായിട്ടുള്ള അതായത് 6 കിലോ അരിയും 1000 രൂപയും കൊടുത്താൽ തങ്ങളുടെ പട്ടിണി മാറുമോ എന്നുള്ള ചോദ്യമൊക്കെയാണ് അവർ ഉന്നയിച്ചത്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമാണിത്. അതോടൊപ്പം തന്നെ ഈ പരമ്പരാഗതമായി മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അവരും പ്രതിസന്ധിയിൽ തന്നെയാണ്. അതായത് ട്രോളിംഗ് നിരോധനം അവർക്ക് ബാധകമല്ലെങ്കിലും ഇത്തരത്തിലുള്ള കാലാവസ്ഥയും അതോടൊപ്പം തന്നെ ഈ കപ്പൽ അപകടവും ഒക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് നമ്മളോടൊപ്പം അവർ കൂടെ ചേരുകയാണ്. എന്തായാലും ബോട്ടുകൾ കടലിൽ ഇറങ്ങാൻ പാടില്ല, അവരൊക്കെ അവരുടെ പ്രതിസന്ധികളൊക്കെ പറഞ്ഞു. പക്ഷേ ഈ വള്ളങ്ങളിൽ പോകുന്നവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടോ? അതായത് ട്രോളിംഗ് നിരോധനം അല്ലാതെ ഈ കണ്ടെയ്നറുകളൊക്കെ ഒഴുകി നടക്കുന്നത്. അതായത് ഈ ട്രോളിംഗ് നിരോധനം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. സാധാരണ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പം ഈ ട്രോളിംഗ് നിരോധനം 52 ദിവസം നിരോധനം വെച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഈ 52 ദിവസം അല്ല, ഇപ്പോഴല്ല ഇത് വെക്കേണ്ടത്. അതുകൊണ്ട് ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പണിയെടുക്കാൻ പോകുന്ന ഒരു തൊഴിലാളിക്കും എന്ത് ചെയ്യുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. ഈ നിങ്ങൾ പോയി കാണുന്ന ഈ വള്ളങ്ങളെല്ലാം വെറുതെ പിടിക്കുക. സാധാരണ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ മത്സ്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അത് ഇപ്പോൾ ഒരു മീനും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ട്രോളിംഗ് നിരോധനം കൊണ്ട് യാതൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മത്സ്യത്തൊഴിലാളിക്ക് എപ്പോഴും അവഗണന മാത്രം, ഒന്നും കിട്ടുന്നില്ല, ഒരു കാര്യവും നടക്കുന്നില്ല. ഇപ്പോൾ ഈ കണ്ടെയ്നർ മറിഞ്ഞതിന്റെ ഫലമായിട്ട് ഇപ്പോൾ 1000 രൂപയും 6 കിലോ അരിയും കൊടുക്കുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പത്രത്തിലൊക്കെ ഞങ്ങളും കണ്ടതാണ്. പക്ഷെ അത് ഇങ്ങനെ പറച്ചിൽ മാത്രമല്ലാതെ ഇതിന്റെ ഒരു നടപടിക്രമവും ഇതുവരെ വന്നിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഒരിക്കലും എന്താണ് ഈ മത്സ്യത്തൊഴിലാളി എപ്പോഴും ഒരു അവഗണിക്കപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ്. അതിന് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പേരും പറഞ്ഞപ്പോ ഒരു കപ്പല് കത്തുന്നേ, ആ കപ്പല് ഇപ്പൊ മൊത്തവും വിഷബാധിത ഉള്ള സാധനങ്ങളാ കത്തുന്നത് എന്നാണ് പറയുന്നത്. സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളി പിടിച്ചോണ്ട് വരുന്ന മത്സ്യം പോലും വിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ വന്നെത്തി. വാസ്തവത്തിൽ അവിടെ തീ പിടിച്ചെന്നോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സംഭവിച്ചെന്നോ പറഞ്ഞിട്ട് കടലില്
മത്സ്യങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല. എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞാൽ വിഷം കലർന്നിട്ടുണ്ടെങ്കിൽ ഈ സാധാരണഗതിയിൽ എന്ത് ചെയ്യും, മീൻ ചത്ത് പൊങ്ങും. ഇതിലിപ്പം നേരത്തെ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ, അതിലെ സാമഗ്രികളൊക്കെ കുടുങ്ങി വലകൾ നശിക്കുന്നവർ ഒരുപാട് പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരുപാട് പേർക്ക് വലയും മറ്റ് സാധനങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു. ഇഞ്ചിന് കുഴപ്പം പറ്റി. അങ്ങനെ അതായത് വല നീട്ടി നിൽക്കുന്ന സമയത്ത് ഈ കണ്ടെയ്നറിനകത്ത് ചെന്ന് ഉടക്കി കഴിഞ്ഞാൽ ഇഞ്ചൻ സഡനായിട്ട് അങ്ങ് നിന്നു പോകും. അപ്പോൾ അതിന്റെ നഷ്ടം, വലയുടെ നഷ്ടം. ഇപ്പോൾ പണിയെടുക്കുന്ന 4-5 തൊഴിലാളികൾ ഇവിടെ നിന്ന് ഒരു വള്ളത്തിൽ പോകുന്നവർക്ക് അവർക്കെല്ലാം അവർ ജോലി എടുക്കുന്നതിന്റെ ഒരു പ്രതിഫലവും കിട്ടുന്നില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ ഒരു വർഷക്കാലത്തിനിടയിൽ ഈ പ്രതികൂല കാലാവസ്ഥയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഒരു 4-5 മാസം മാത്രമേ പോകാൻ സാധിച്ചിട്ടുള്ളൂ. അതെ, തീർച്ചയായിട്ടും. അതായത് മത്സ്യത്തൊഴിലാളിക്ക് ശരിയായ രീതിയിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റുന്നില്ല. പോകുന്ന തന്നെ പണിയില്ലാതെ തിരിച്ചു വരുന്നത്. അതായത് ഈ വർഷകാലത്താണ് സാധാരണ നമ്മൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ ട്രോളിംഗ് നിരോധന സമയത്താണ് സാധാരണ എന്തെങ്കിലും പണി നടക്കുന്നത്. ഇപ്പോൾ ഒരു പണിയും നടക്കുന്നില്ല. തീർച്ചയായും അവരുടെ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ്. അവർക്ക് അതായത് ട്രോളിംഗ് നിരോധനം ബാധകമല്ലാത്ത വള്ളങ്ങൾ പോലും പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ശക്തികുളങ്ങര ഉൾപ്പെടെ പോയപ്പോൾ അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളൊക്കെ ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു. അവരുടെ ഈ വലകളിലൊക്കെ ഈ കണ്ടെയ്നറുകളിൽ നിന്നുള്ള സാമഗ്രികൾ കുരുങ്ങി ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞ ദിവസം നീണ്ടകര പാലത്തിൽ അവിടെയുള്ള സ്പാനുകൾ ബന്ധിച്ചുകൊണ്ട് ഔദ്യോഗികമായി തന്നെ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന്റെ നിയമ നടപടികൾ, അതായത് ഈ ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബോട്ടുകൾ ഈ കേരള തീരം വിടണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള പട്രോളിംഗും ഉണ്ടാകുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ മറ്റൊരു ആശങ്ക നിലനിൽക്കുന്നത് തമിഴ്നാട് തീരത്ത് ഈ ട്രോളിംഗ് നിരോധനം 15-ാം തീയതിയോടുകൂടി അവസാനിക്കുമ്പോൾ അവിടെ നിന്നുമുള്ള ബോട്ടുകൾ, ഈ മത്സ്യത്തൊഴിലാളികൾ പോകുന്ന അല്ലെങ്കിൽ ഇവിടെ നിന്നും കേരള തീരത്ത് നിന്നും പോകുന്ന ബോട്ടുകൾ പോകുന്ന ആ സ്ഥലത്ത് മത്സ്യബന്ധനം നടത്തുമെന്നുള്ള ഒരു ആശങ്കയിലാണ് ഇവിടെയുള്ള ജനങ്ങൾ. കാരണം അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള പട്രോളിംഗ് നടക്കുന്നില്ല. അത്തരത്തിൽ അവർ മത്സ്യബന്ധനം നടത്തി കഴിഞ്ഞാൽ ഈ കേരള തീരത്തുള്ളവർക്കും നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് അവരൊക്കെ വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇൻബോർഡ് വള്ളങ്ങൾ കടലിനുള്ളിലേക്ക് മത്സ്യബന്ധനത്തിനായി പോകുന്നുണ്ട്. എന്നാലും ഈ ഒരു കാലം, അതായത് പ്രതികൂല കാലാവസ്ഥ, കപ്പലപകടം, ഇങ്ങനെ വളരെ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും അവർ അങ്ങനെ മുന്നോട്ട് പോകുന്നത്. പ്രതീക്ഷയിലാണ് ഓരോ വള്ളങ്ങളും കടലിലേക്ക് പോകുന്നത്. പക്ഷേ അവർ പറയുന്നത് പോലെ തന്നെ സർക്കാരിന്റെ തുച്ഛമായിട്ടുള്ള ഒരു ആനുകൂല്യം കൊണ്ട് ഈ മത്സ്യ തൊഴിലാളികളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും മീൻ കിട്ടാതെ തിരികെ വരുന്ന ഒരു സാഹചര്യമാണ്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനമാണ് ഇന്ന് മുതൽ. വലിയ കഷ്ടപ്പാടിലേക്കാണ് മത്സ്യബന്ധന തൊഴിലാളികൾ പോകുന്നത്. ഒന്നിനു പിറകെ ഒന്നായി അവരെ തേടി വരുന്നു പ്രതിസന്ധികൾ. അങ്ങനെ ആ വേദന അവർ പങ്കുവയ്ക്കുകയായിരുന്നു. ഒപ്പം ചേരുകയായിരുന്നു മനോജ്.